തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മകനെ കൊലപ്പെടുത്തിയ കേസിൽ ഷിജിൽ അറസ്റ്റിലാണ്. 1 വയസ്സുകാരന് ആന്തരിക രക്തസ്രാവമുണ്ടായത് പിതാവിന്റെ മർദ്ദനത്തിനൊടുവിലെന്ന സ്ഥിരീകരണവും വന്നതാണ്. ഷിജിലിനെതിരെ ഭാര്യ കൃഷ്ണപ്രിയയും മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം കുഞ്ഞിന്റെ അമ്മയുടെ കുടുംബത്തെയും ചോദ്യം ചെയ്യണമെന്നാണ് ഷിജിലിന്റെ ബന്ധുക്കൾ പറയുന്നത്. കരച്ചിൽ അസഹനീയമായതുകൊണ്ട് കൊന്നുവെന്നായിരുന്നു ഷിജിൽ പോലീസിനോട് മൊഴി നൽകിയത്. നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങി. മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുട്ടിയുടെ അച്ഛൻ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചികിത്സയിലിരിക്കെ 1 വയസ്സുകാരൻ മരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് കണ്ടെത്തിയെങ്കിലും അതിനുള്ള കാരണം തിരിച്ചറിയാനായിരുന്നില്ല. കുഞ്ഞിന്റെ വയറ്റിൽ ക്ഷതമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. സംഭവത്തിന് ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് പലതവണ ചോദ്യം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ കാര്യമായ വിവരം ലഭിച്ചിരുന്നില്ല. മരണത്തിൽ ദുരൂഹത തുടരുന്നതിനിടെയാണ് കുട്ടിയുടെ അച്ഛന്റെ കുറ്റസമ്മതം. കുട്ടിയെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് വയറ്റിൽ ഇടിച്ചുവെന്നാണ് കുട്ടിയുടെ അച്ഛൻ ഷിജിന്റെ മൊഴി. അച്ഛൻ കുറ്റം സമ്മതിച്ചതോടെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുഞ്ഞിന്റെ കയ്യിൽ ഒരാഴ്ചയോളം പഴക്കമുള്ള പൊട്ടലുണ്ടായിരുന്നു. ഇത് അറിഞ്ഞില്ല എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ മൊഴി. കൊച്ചിനെ ഉപദ്രവിക്കായിരുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇയാള് കൊച്ചിനെ കൈ വെച്ചേക്കുന്ന എന്നെ ഫ്രണ്ടിൽ നിർത്തൂല. ഒരു സ്നേഹത്തോടെ അല്ല, വളരെ ക്രൂരമായിട്ടാണ് കൊച്ചിൻ്റെ അടുത്ത് ഇടപെട്ടുകൊടുത്തത്. ഒരു അപ്പനെ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കുട്ടിയുടെ അടുത്ത് പോലും ഇങ്ങനെ ഇടപെടൂല ഒരിക്കലും. എപ്പോഴും അവൻ്റെ കുറവും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഉള്ള നന്നായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നീ എന്തിനാണ് ഇങ്ങനെ നോക്കണം, ചീത്ത വിളിക്കും, മുഖത്ത് നോക്കി കൊച്ചിൻ്റെ എൻ്റെ കൈ എന്തിങ്ങനെ ഇരിക്കണം, കാലെന്തിങ്ങനെ ഇരിക്കണം, എൻ്റെ മുഖം എന്തിങ്ങനെ ഇരിക്കണം, ഓരോ അവയവങ്ങൾ നോക്കിയിട്ട് കൊച്ചിൻ്റെ കുറ്റം പറയും. ഞാൻ പലപ്പോഴും പറയും ഇങ്ങനെ പറഞ്ഞിട്ട് കേൾക്കൂല. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഷിജിന്റെയും കൃഷ്ണപ്രിയയുടെയും മകനായ ഇഹാൻ കുഴഞ്ഞു വീണത്. പിന്നാലെ കുട്ടിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ശനിയാഴ്ച പുലർച്ചെ കുട്ടി മരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ഷിജിൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ച ശേഷം കുഞ്ഞ് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ആദ്യ മൊഴി. വായിൽ നിന്ന് നുരയും പതയും വന്നിരുന്നു. ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസമുണ്ടാവുകയും ചെയ്തു. ഇതിന്റെ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിരുന്നു. എന്നാൽ ഷിജിൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും തുടരന്വേഷണം വേണമെന്നും കൃഷ്ണപ്രിയയുടെ കുടുംബത്തെ ചോദ്യം ചെയ്യണമെന്നും ഷിജിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഒന്നേന്നും അന്വേഷണം വേണം. അവരെയും കൂടി ചോദ്യം ചെയ്യുന്നു. സഹോദരിയെയും അവൾ ചേച്ചിയെയും ഭർത്താവിനെ 2 ഭർത്താക്കന്മാരെയും 2 ചേച്ചിമാരെയും അതിനുള്ള നടപടി മോളിലെന്ന് എവിടെ നിന്നായിരുന്നാലും കാണാൻ. എനിക്കിതിന്റെ സത്യാവസ്ഥയാണ്. 24 മണിക്കൂർ അമ്മയാണ് ആ കൊച്ചിനെ നോക്കണത്. അപ്പോഴമ്മയ്ക്ക് അറിയാം കൊച്ചിന് എന്ത് സംഭവിച്ചു. ഇവിടെ വന്നപ്പോഴോ കൊച്ചിന്റെ കൈ ഒരു നെരിഞ്ഞിങ്ങനെ ഇരിക്കുന്നത് മോശമായിരിക്കും. കൊച്ചിന്റെ കൈ എൻ്റെ തൊത്തി കൈ വരയിരിക്കുന്നു. അത് ജനിച്ചപ്പോഴാണ് അവള് പറയുന്നത്. എനിക്കിതിന്റെ സത്യാവസ്ഥ കാരണം അവനൊരു കാരണവശാലും അവൻ ചെയ്യില്ല. എല്ലാവരും കൂടെ ഒന്ന് തലയിൽ കെട്ടി വെച്ചു. ഒരു മദ്യപിക്കണവനല്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.